വെൽക്കം ടു ദ ഗാർഡൻ എപ്പിസോഡ് നമ്പർ 2. അപ്പൊ ഇന്ന് നമ്മൾ ഗാർഡൻ ടൂർ ചെയ്യാൻ പോകുന്നത് ഈസ്റ്റിലുള്ള ഒരു ഗാർഡനിലാണ്. അപ്പൊ ഇവിടെ ഒരുപാട് ഇൻഡോർ പ്ലാന്റ് കളക്ഷൻസും അതുപോലെ സെറാമിക് പോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം. വളരെ ലോ മെയിൻ്റനൻസിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. അതിലൊരു കാറ്റഗറിയാണ് നമ്മുടെ സെക്യുലൻസ്. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ച് സെക്യുലൻസ് കാറ്റഗറിയാണ്. ഇപ്പൊ സെക്യുലൻസിലേക്ക് ആണ്. അപ്പോൾ ഇതൊക്കെ എന്ത് വെറൈറ്റീസ് ആണ്? അവോർത്തിയ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതിനൊക്കെ എങ്ങനെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ? വെള്ളം ഒഴിക്കുമ്പോൾ ഇത് ഡ്രെയിൻ ചെയ്ത് പോകുന്നവർക്ക് തന്നെ വെള്ളം ഒഴിക്കണം. ഇപ്പൊ ശരിക്കും ഇന്ന് രാവിലെ വെള്ളം ഒഴിച്ചാൽ ഇതിങ്ങനെ കാണാൻ പറ്റുന്നത് എന്താ ഇത് ഡ്രെയിൻ അടി വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് ഡ്രെയിൻ ചെയ്ത് ഇതിന് അടി കൂടെ പോകുന്നവർക്ക് വെള്ളം ഒഴിക്കണം. പിന്നെ ഒരു 15 days ഗ്യാപ്പിലേക്ക് ഒഴിച്ചാൽ ഇപ്പോൾ പിന്നെ ഈ കാലാവസ്ഥ ചേഞ്ച് അനുസരിച്ച് ഇതിന്റെ മാറ്റം വരുത്താം. അതായത് ഇപ്പോൾ വേനൽക്കാലം ആകുമ്പോൾ കുറച്ചും കൂടെ അത്രയും 10 ദിവസം വെച്ചാൽ അത്രയും ഗ്യാപ്പിലേക്ക് പോകണ്ട, ഒരാഴ്ച ഉണ്ടെങ്കിൽ നനയ്ക്കാം. പിന്നെ ഇതിട്ട് എന്താ ഇത് വെക്കുന്ന സ്ഥലം ഇത് റൈഡ് ലൈറ്റുള്ള സ്ഥലത്താണ്. നമ്മൾ ഇത് കൂടുതൽ ആളുകൾ വാങ്ങിച്ചിട്ട് വെച്ചാൽ ഒത്തിരി ഷോക്കേസിലും ടിവികളിലേക്ക് വെക്കും. ഭയങ്കര ഇൻഡോർ ആയിട്ട് അപ്പൊ എന്താ വെച്ചാൽ ഇത് ഡാമേജ് ആയി. ഒത്തിരി ലൈറ്റിൽ നിന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഗ്രോ ചെയ്യും. ലൈറ്റിൽ നിന്ന് പെട്ടെന്ന് ഗ്രോ ചെയ്തിട്ട് അതിന്റെ ഭംഗി കുറയും. ഇതൊക്കെ നമ്മൾ ഒരുപാട് ഫോറിൻ കൺട്രീസിലൊക്കെ കാണുന്ന ഒരു സെക്യുലന്റ് ആണ്. ഇത് ഇതാ വെറൈറ്റി? അത് അതിന് അത്ര വെള്ളം വേണ്ട ആവശ്യമുണ്ട്. അതൊക്കെ ഇതെല്ലാം ഈ സക്ലൻസ് എല്ലാം ഒരേ കണക്ക് തന്നെ കയറിങ്ങി വരും. ഇത് കാറ്റസ് വെറൈറ്റികളൊക്കെയാണ്. ഇത് കാറ്റസ് വെറൈറ്റിയാണ്. ഇത് കാറ്റസ് വെറൈറ്റിയാണ്. ഇത് കാറ്റസ്. ഇത് ശരിക്കും സക്ലൻസിലേക്ക് കളക്ഷൻ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് കളക്ഷൻസ് കാണുന്നുണ്ട്. നമ്മള് പൊതുവെ ഫോറിൻ കൺട്രിയിലൊക്കെ കാണുന്ന പോലത്തെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ. നമ്മളില്ലേ സെക്യുലൻസ് വളർത്തുന്ന സമയത്ത് ഒരുപാട് കംപ്ലൈന്റ്സ് വരുന്നതാണ്. എന്താ പറയാ, നമുക്ക് അതിന്റെ കെയറിങ് പെട്ടെന്ന് അതിങ്ങനെ ചീഞ്ഞു പോകുന്നതൊക്കെ. അപ്പൊ അതിനെന്താ ഒരു റെമഡി ആയിട്ടുള്ള? മറ്റു പ്ലാന്റ്സ് വെള്ളം ഒഴിക്കുന്നവർക്ക് ഇതിന് വെള്ളം വാട്ടറിങ് ചെയ്ത് കഴിഞ്ഞാൽ പോയി. പിന്നെ എന്താ വെച്ചാൽ ഇത് പോട്ട് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ചില ആള് റീപോർട്ട് ചെയ്തിട്ട് മണ്ണ് ഉപയോഗിച്ചൊക്കെ റീപോർട്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ അതാകുമ്പോൾ പെട്ടെന്ന് ചീത്തയായിരിക്കും. ഇത് ശരിക്കും ഈ സക്ലന്റ് മിക്സ് തന്നെ ഇരിക്കുന്ന, അതുകൊണ്ട് ഈസിയാണ്. നല്ല ഡ്രെയിനേജ് ഉള്ള മിക്സ് തന്നെ വേണം ഇതിന് നിൽക്കണമെങ്കിൽ. പൊതുവെ എന്ത് മിക്സ് ആണ് സാധാരണ കൊടുക്കാറുള്ളത്? കൊക്കോ ചിപ്സും ബെർലൈറ്റും അങ്ങനെ ബയോബീറ്റൊക്കെ അറിയിട്ടുണ്ട്. അടുത്ത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റ് ആണ് ജെയ്ഡ് പ്ലാന്റ്. ഇവിടെ ലീഫൊക്കെ ആണെങ്കിലും ഒന്നാമത്തെ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ പ്രൈസ് ഒക്കെ 250 റേഞ്ചിലാണ് വരുന്ന പ്ലാന്റ്. ഇതിന്റെ മിനി വേർഷൻസ് ഉണ്ടോ? മിനിയേച്ചേഴ്സ് ഇതിന് 250 ആണ് വരുന്നത്. 250 റേഞ്ചിലാണ് വരുന്നത്. ഈ പീസ് ലില്ലി ഒക്കെ കെയറിങ് എങ്ങനെയാണ്? ഇത് വാട്ടർ പീസ് ലില്ലിയാണ്. ഇത് ശരിക്കും ഇതിനകത്ത് വെള്ളം ഒഴിച്ച് വെച്ചാൽ ഇത് നന്നായിട്ട് ഇൻഡോർ നിൽക്കുന്ന പ്ലാന്റാണ്. ലോ മെയിൻ്റെനൻസ് ആണ്. ബ്രൈറ്റ് ലൈറ്റ് വലിയൊരു ഡാർക്ക് ഏരിയ അല്ലേ നിന്നത്. അടുത്ത ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് നമ്മുടെ ഈ ZZ പ്ലാന്റ് ആണ്. ZZ പ്ലാന്റ് ഒരു മിനിയേച്ചർ ആണ്. നമുക്ക് ഈ ഓഫീസ് ടേബിൾ ഏരിയയിലൊക്കെ വെക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ്.
ഇതൊക്കെ നമ്മളിങ്ങനെ പോട്ടിലേക്ക് മാറ്റി കൊടുക്കും. ഓക്കെ. ഈ കസ്റ്റമർ വന്നിട്ട് ഇങ്ങനെ ഒരു പോട്ട് എടുത്തിട്ട് അതിലേക്ക് വേണ്ടത് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കും. നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് തരും ചെയ്യും ഇങ്ങനത്തെ പോട്ട്സിലേക്ക് മാറ്റിയിട്ട്. ഇവിടെ ഒരുപാട് സെറാമിക് പോട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കസ്റ്റമൈസ് ആയിട്ട് കിട്ടും. ഇതൊരു വാട്ടർ പ്ലാന്റാണ്. ഇതൊരു വാട്ടർ പ്ലാന്റ്. ഇത് വെള്ളത്തിൽ വെച്ചാൽ ഇതിങ്ങനെ ഇറക്കി വെക്കാൻ പറ്റുന്ന അത് ഈ സാൻസ്വേജിയുടെ വെറൈറ്റിയാണ്. സാൻസ്ട്രേഡ് വെറൈറ്റിയാണ്. ഇതിന്റെ കെയറിംഗ് ഒക്കെ എങ്ങനെയാണ്? മിനിയേച്ചറാണ്. ഇതൊക്കെ ഏറ്റവും ലോ മെയിൻസ് ആണ്. നമുക്ക് ആവശ്യമുള്ളതുമായിട്ട് വെക്കാൻ പറ്റുന്നതാണ്. അതൊക്കെ ഇങ്ങനെ ഏറ്റവും നോക്കാൻ ബുദ്ധിമുട്ട് വരുന്ന ആൾക്കാരില്ല, ട്രാവലിങ്ങും എനിക്ക് ബിസിയുള്ള ആൾക്കാർ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കുന്ന പ്ലാന്റ്സാണ് സ്വീറ്റി പ്ലാന്റ്, സാൻസ്വേരി വെറൈറ്റികളൊക്കെ. ഇത് മിനിയേച്ചർ പാമ്പാണ്. പാമ്പ്. ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്ക് ഭയങ്കര പ്ലാന്റ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവർക്ക് ബേസിക് ആയിട്ട് ഇങ്ങനെ ഇൻഡോർ പ്ലാന്റ് ഇങ്ങനെ തുടങ്ങണമെന്നുണ്ടാവും, കളക്ഷൻസ് ആക്കി വെക്കും. അപ്പൊ അവർക്ക് ഫസ്റ്റിലെ തുടങ്ങാനുള്ള ഒരു ബേസിക് ഇൻഡോർ പ്ലാന്റ് ഏതൊക്കെ പ്ലാന്റ് ആയിട്ട് സജസ്റ്റ് ചെയ്യാം? ആദ്യമേ നമ്മൾ കൊണ്ടു വെക്കുമ്പോണ്ടല്ലോ സാധാരണ നശിച്ചു വെക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഇൻട്രസ്റ്റ് പോകും. അപ്പൊ ഇങ്ങനെ ഈ സാൻസ്വേരി വെറൈറ്റികൾ ഇങ്ങനത്തെ പ്ലാന്റൊക്കെ ഇതൊന്നും പിന്നെ അങ്ങനെ ലോ വെള്ളം കുറഞ്ഞാലും കുഴപ്പമില്ല, ലൈറ്റ് പ്രശ്നമല്ല, ഇതൊക്കെ നന്നായിട്ടിരിക്കും. അപ്പോൾ ഇവിടെ എങ്ങനെ വരും, ഞങ്ങൾ വെക്കാത്ത ആൾക്കാരെ വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ പ്ലാന്റിൽ തന്നെ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ ഇത് കൂടുതൽ ഓഫീസുകളിലേക്കൊക്കെ കൊടുക്കുന്ന സാധനങ്ങളില്ല, അപ്പോൾ അവിടെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും കാണത്തില്ല. ഇത് സാൻസ്വേരിയ മിക്കോടാന്ന് പറയും. ഇതിൻ്റെ ഇതൊരു വാട്ടർ പ്ലാന്റ്. ഇത് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കുറെ ഹാങ്ങിങ് ബോട്ട്സ് പോലെ വന്നിട്ടുണ്ട്. ഇതിനൊക്കെ പേരെന്താ? ഇതിന് ക്ലൈംബേഴ്സ് ആയിട്ട് പോകും. നമ്മളിപ്പോ കണ്ടതിന്റെ കുറച്ചും കൂടെ വലിയ വേർഷനാണ്. അതൊരു സാൻസ്വേരി വെറൈറ്റി. ഇത് സ്നേക് പ്ലാന്റിന്റെ വെറൈറ്റികളാണ്. കുറച്ചുകൂടെ വലിയ ലീഫ് വരുന്ന വെറൈറ്റീസ് ആണ്. ഇത് ഏതാ പ്ലാന്റ്? പെപ്രോമിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇത് ഇത്ര വലിപ്പം വെക്കുള്ളൂ, അത് കുറച്ചും കൂടെ വലിപ്പം വെക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിന് വാട്ടറിംഗ് ഒക്കെ എങ്ങനെയാ? നല്ല വെള്ളമാണ്. അത് വെള്ളം ശ്രദ്ധിച്ച് ഒഴിക്കേണ്ടത്, കാരണം ഓവർ വാട്ടറിനെ പെട്ടെന്ന് ചെയ്യും. ഇതൊക്കെ മണി പ്ലാന്റ് വെറൈറ്റികളാണ്. ഇതൊക്കെ അതിന്റെ ഹാങ്ങിങ് വെറൈറ്റികളാണ്. ഇത് എൻജോയ് ആണ്. അതുപോലെ ഇത് മഞ്ജുള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഇത് മഞ്ജുള എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ്. ഹാങ്ങിങ് ബോട്ടിൽ തന്നെ വരുന്നത്. ഇത് മാർബിൾ പോത്തൂസ്. ഇത് മാർബിൾ പോത്തൂസ് എന്ന വെറൈറ്റി ആണ്. ഒട്ടും വലിയ കെയറിംഗ് ഒന്നും വേണ്ടാത്തൊരു പ്ലാന്റ്സിൽ വെട്ടൊരു പ്ലാന്റ്സ് ആണ് മണി പ്ലാന്റ് അല്ലെങ്കിൽ പോത്തൂസ്. അപ്പം അതിനുള്ള ഒരു പോത്തൂസ് ആണ് ഇതാ. ഇവിടെ തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് മണി പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതുപോലെ ഇത് ചൈനീസ് ബോൾ, ചൈന ഡോൾ. ഇത് ഗോൾഡ് കിങ് എന്ന് പറഞ്ഞ വെറൈറ്റിയാ. ഇതൊക്കെ സിൽവർ സാച്ചിങ് പറഞ്ഞിട്ട് വെറൈറ്റീസ് ആണ്. ഇതിന്റെ ലീഫ് ആണ് ആക്ച്വലി ഇതിന്റെ കുറച്ചുകൂടെ അട്രാക്റ്റീവ് തരുന്നത്. സിൽവർ പോലെ. പിന്നെ ഇതിന്റെ ഈ ഹാങ്ങിങ് ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ ബുഷി ആയിട്ട് വളരാൻ എന്താണ് ഒരു ടിപ്പ് ലക്ഷ്യം? അടുത്ത അതല്ലോ പോർട്ടുമിക്സിൽ എന്തെങ്കിലും ചെയ്യുന്നു? ഇത് ഞങ്ങൾ മണ്ണ് നോക്കിട്ട് ആഡ് ചെയ്യാറില്ല. അതുകൊണ്ട് ബയോപിക്കും കമ്പോസ്റ്റും സ്റ്റെർലൈറ്റും ഇത് മൂന്നാക്കി എടുക്കുന്നത്. അത് ചെയ്ത് കൊടുക്കും. അപ്പോൾ സ്റ്റെർലൈറ്റ് വാങ്ങിച്ച് ഞങ്ങൾ റീപോർട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് ഇട്ടാൽ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതാകുമ്പോൾ കസ്റ്റമറിൽ നിന്നോ പ്ലാന്റ് നശിച്ച് വാങ്ങി. ഇവിടെ ഒരുപാട് സീസി പ്ലാന്റ് വെറൈറ്റീസ് ഉണ്ട്. ഇത് ഏത് വെറൈറ്റിയാണ്? ഇത് ബ്ലാക്ക് സീസി പ്ലാന്റ് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ്. അതിന്റെ ഗ്രീനാണ്. അതിന്റെ ഗ്രീനും
വെറൈറ്റി, അതിൻ്റെ ഒരു ബ്ലാക്ക്. ഇതൊന്നും വലിയ വാട്ടറിൻ്റെ ആവശ്യമില്ല, വരും നോ മെയിൻ്റനൻസ് നമുക്ക് നോക്കാൻ പറ്റില്ല. പിന്നെ അതാ ഇത് മറ്റേ ഡോർഫിന്റെ ഇതൊക്കെ 100 rupees വരുന്നതാണ്. ഇത് അതിന്റെ തന്നെ കുറച്ചുകൂടി പുഷാക്കി കൊണ്ടുവരുന്നത്. ഇതൊക്കെ ഇതിലേക്കാണ് ഇതോടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഗിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗാർഡൻ ആണ്. അപ്പൊ നമുക്ക് വേറെ വെറൈറ്റി കിട്ടുക മോൺസ്റ്റർ. ഇത് ബ്ലോസംസ് ആയിട്ട് മോൺസ്റ്റർ ആദർശമുണ്ട്. പിന്നെ അതൊരു ആഗ്രഹമുണ്ട്. പിന്നെ വേടഹാട് റസീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഇതിന്റെ കെയറിംഗ് വാട്ടർ എങ്ങനെയാണ്? ഇതൊക്കെ ലോ ലൈറ്റ് പ്ലാന്റ്സ് ആണ് യൂസ് ചെയ്യാൻ പറ്റില്ല. മോൺസ്റ്റർ വെറൈറ്റിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ്. നിങ്ങൾ അതിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അടിപൊളി പ്ലാന്റ് ആണ്. അഗ്ലോണിമയുടെ 2 വെറൈറ്റീസ് ആണത്. ഇത് ചൈന റെഡ് എന്ന് പറയും. 2 വെറൈറ്റീസ് ഉണ്ട്. ഫിലോഡൻഡോ എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി ആണ്. ഇത് നമ്മുടെ റെയർ പ്ലാന്റ് ആണ്. വളരെ ലോ മെയിൻ്റെനൻസ് ഉള്ള ഒരു പ്ലാന്റ് ആണ്. ഇത് ഫിലോഡൻഡോന്റെ വെറൈറ്റി ആണ്. ഇതതിന്റെ ഗ്രീൻ. ഇത് റബ്ബർ പ്ലാന്റ് എന്നൊരു വെറൈറ്റി. അതിന്റെ ബ്ലാക്ക് വരുന്നുണ്ട്. കുറെ വെറൈറ്റീസ് ഉണ്ട്. അതിന്റെ ഒരു വെറൈറ്റിയാണ്. അരേക്കാപ്പാമ്പിന്റെ ചെറിയ അരേക്കാപ്പാം എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ചെറിയ പോട്ടാണ്. ഫിലോഡൻഡോ വെറൈറ്റി ആണ്. പിന്നെ ഹാങ്ങിങ് ആക്കിച്ച് വെക്കാൻ പറ്റും. റസീനന്റെ കുറച്ചും കൂടെ വലിയ പ്ലാന്റ്. മിനിയേച്ചേഴ്സും അവൈലബിൾ ആണ്. ഇതൊക്കെ ബോൺസൈന്റെ വെറൈറ്റീസ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ റബ്ബർ പ്ലാന്റിന്റെ വേറെ വെറൈറ്റി. അതിന്റെ ഒരു ബ്ലാക്ക് വരുന്ന വെറൈറ്റി. നമ്മളവിടെ കണ്ട ചൈന ഡോളിന്റെ ഒരു വലിയ ഓപ്ഷൻ. അവിടെ കുറെ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഇതാണ്. അത് മരമുല്ല മൊറായ എന്ന ചെടിയാണ്. പിന്നെ ഫ്രണ്ടിൽ കണ്ടതാണ്. അത് മറ്റു നല്ല ചെടിയാണ്. ഇത് ഇൻഡോർ അല്ല. ഇൻഡോർ അല്ല. ഇത് മുഴുവൻ മിനിയേച്ചേഴ്സ് ആണ്. വരുമ്പോൾ തന്നെ ആ സ്മെല്ലും കിട്ടും. ഇത് ഹൈറ്റ് വെക്കുന്നല്ല. ഇത് നല്ല വെളിച്ചം വേണം. സൺലൈറ്റ് ഡയറക്റ്റ് വേണം. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു പോർഷൻ കൊണ്ട് ചെയ്യുന്നത്. ഇത് ബാൽക്കണി ഒക്കെ സെറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. ബാൽക്കണിയിൽ നല്ല കയറുമ്പോൾ തന്നെ നല്ല സ്മെല്ല് കിട്ടും. ഇതൊരു ട്രാൻസ്ഫർ വെറൈറ്റിയാണ്. ബോൺസെൽ. ഇതൊക്കെ നല്ല ലോ മെയിൻ്റെനൻസ്. അത്ര വലിയ വാട്ടറിംഗ് കൊണ്ട് ആവശ്യമില്ലല്ലോ. ഇത് നന്നായിട്ട് ഇതൊരു ഫാൻ വെറൈറ്റിയാണ്. ഫാനൊരു വെറൈറ്റിയാണ്. നമ്മളിവിടെ കയറി വരുമ്പോൾ അട്രാക്ട് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഈ മോൺസ്റ്റർ. മോൺസ്റ്റർ എന്റെ വീട്ടിൽ കാണുന്ന ആൾക്കാർക്ക് അറിയാം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ് മോൺസ്റ്റർ. മോൺസ്റ്ററിന്റെ ഒക്കെ കെയറിംഗ് ഉണ്ട്. ചൂട് പെൻപിക്കാണ് അതിന്റെ ഒരു ലുക്ക്. പെൻപിക്ക് നമ്മൾ സ്പ്രേ ആണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് വർക്കും. മോൺസ്റ്ററിന്റെ കാര്യമാണ്. നമുക്ക് ഇനി പോട്ടിൽ കളിക്കാം. നമ്മളിനി കിടക്കാൻ പോകുന്നത് സെറാമിക് പോട്ട്സിലാണ്. ഇവിടെ കുറെ സെറാമിക് പോട്ട്സിന്റെ കളക്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇസ്ലാമിക് പോട്ട്സിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ്?
ഇതൊക്കെ കുറച്ചും കൂടെ വലിയ പ്ലാന്റ്സിനുള്ള കൂട്ടായിരിക്കും. എടുത്ത് വെച്ച് കാണിക്കാം. ഇതാണ് ഇന്നത്തെ വീഡിയോയിലുള്ള ഒരുപാട് കളക്ഷൻസ് വെറൈറ്റീസ് കണ്ടു. അപ്പോൾ ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഈസ്റ്റിലാണ്. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.